ഗുരുതര ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 30% എംപിമാരും MLAമാരും രാജ്യത്തുണ്ട് എന്ന് കണ്ടെത്തൽ. 2009 ശേഷം ഇത് 2 മടങ്ങായി വർദ്ധിച്ചു. രാജ്യത്തെ 31% എംപിമാരും 29% MLAമാരും ക്രിമിനൽ കേസുള്ളവരാണ് എന്നാണ് കണ്ടെത്തൽ. ദ ഹിന്ദു പത്രമാണ് ഈ സർവേ പുറത്തുവിട്ടത്. ക്രിമിനൽ കേസ് പ്രതികളായി ജയിലിൽ പോകുന്ന ജനപ്രതിനിധികളെ 30 ദിവസം കൊണ്ട് അയോഗ്യരാക്കാനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ വന്ന പശ്ചാത്തലത്തിലാണ് ഈ കണക്കുകൾ പുറത്തുവന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് പ്രതികളായ പാർലമെന്റ് അംഗങ്ങൾ BJPയുടേതാണ്. ക്രിമിനൽ കേസുകളിൽ പ്രതികളാകുന്ന MPമാരുടെ എണ്ണം 2009 നിന്ന് 2024 2 ഇരട്ടി വർദ്ധിച്ചു. 2009 14% 2024 31% ഉയർന്നു. 29% MLAമാർ ക്രിമിനൽ കേസ് പ്രതികളാണ് എന്നുവെച്ചാൽ രാജ്യത്തെ 1200ഓളം നിയമസഭാംഗങ്ങൾ ക്രിമിനൽ കേസുള്ളവരാണെന്ന് ഡേറ്റയിലുണ്ട്. തെലങ്കാനയിലാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് പ്രതികളായ പാർലമെന്റ് അംഗങ്ങളുള്ളത്, 71%. രണ്ടാം സ്ഥാനത്ത് ബീഹാർ, 48%. ഉത്തർപ്രദേശിലെ 34 MPമാർ ക്രിമിനൽ കേസ് പ്രതികളാണ്, അതായത് 42%. ആകെ MPമാരിൽ 63 പേർ ക്രിമിനൽ കേസുള്ളവരാണ്. കോൺഗ്രസ് MPമാരിൽ 32 MPമാരും RJD തൃണമൂൽ അംഗങ്ങളും തൊട്ടു താഴെയുണ്ട്. ബീഹാറിൽ നിന്നുള്ള ആകെ 4 MPമാരിൽ 4ഉം ക്രിമിനൽ കേസ് പട്ടികയിൽ പേരുള്ളവരാണ്. നിയമസഭാംഗങ്ങളിൽ ആന്ധ്രയാണ് ക്രിമിനൽ കേസുള്ളവരിൽ 1ാം സ്ഥാനത്ത്. 56% MLAമാരും പ്രതിപ്പട്ടികയിലുള്ളവരാണ്. തെലങ്കാനയിൽ 50%വും UPയിൽ 38%വുമാണിത്. ഉത്തർപ്രദേശിലെ 154 MLAമാർ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നും ഡേറ്റ വ്യക്തമാക്കുന്നു. ക്രിമിനൽ കേസ് പ്രതികളായ രാജ്യത്തെ ആകെ MLAമാരിൽ 436 പേർ BJP നേതാക്കളാണ്. ശതമാനക്കണക്ക് നോക്കിയാൽ TDP RJD പാർട്ടികളുടെ നിയമസഭാംഗങ്ങളാണ് കൂടുതൽ കേസുള്ളവർ, 60%. കോൺഗ്രസിന്റെ 194 MLAമാർ ക്രിമിനൽ കേസ് പ്രതികളാണ്. അതേസമയം മറ്റ് ചെറു പാർട്ടികളുടെയും ഇടതു പാർട്ടികളുടെയും ക്രിമിനൽ കേസ് പട്ടിക ഡേറ്റ താരതമ്യേന വളരെ ചെറുതാണ്. ഹരിയാന, ബംഗാൾ, മഹാരാഷ്ട്ര, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അടക്കമുള്ള കണക്കുകളും ദ ഹിന്ദുവിന്റെ സർവേയിൽ പറയുന്നുണ്ട്. എന്നാൽ ബീഹാർ, തെലങ്കാന, UP സംസ്ഥാനങ്ങളിലാണ് കൂടുതലും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.